How does a local anesthetic injection stops pain? ഇതിൻ്റെ പിന്നിൽ 3 മെയിൻ തിയറീസ് ഉണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് അബൌട്ട് വൈ പെയിൻ ഒക്കേഴ്സ്. പെയിൻ ഉണ്ടാവണമെങ്കിൽ ഒരു സ്റ്റിമുലസ് വേണം. സോ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുമ്പോൾ ഇറ്റ് ജനറേറ്റ്സ് നെർവ് ഇമ്പൾസസ് ആൻഡ് ദീസ് ഇമ്പൾസസ് ആർ ക്യാരിഡ് അപ് ടു ദ ബ്രെയിൻ ആൻഡ് ബ്രെയിനിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. Now what do local anesthetics do? They prevent the generation of nerve impulses and conduction of nerve impulses. So patient will not feel any pain. So LAയുടെ mode of action മനസ്സിലാക്കണമെങ്കിൽ first of all you need to understand basic physiology of nerve conduction. Okay. So first of all what are the functions of a nerve to carry the nerve impulses? Okay. So which is also called as action potential. So first of all you need to remember that a nerve has a resting membrane potential of minus 70 millivolt. So first of all resting സ്റ്റേറ്റിലെ കാര്യം പറയാം. So resting സ്റ്റേറ്റിലെ nerve membrane is less permeable to sodium ions and more permeable to potassium and chloride ions. So സോഡിയത്തിന് പെർമിയബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇൻസൈഡ് ദ nerve membrane it is more negative than outside. നെർവ് മെംബ്രെയിൻ്റെ ഉള്ളിൽ മോർ നെഗറ്റീവാണ്. ഓക്കെ. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്രയാണ്? മൈനസ് 70 millivolt ആണ്. സോ നൗ വെൻ എ സ്റ്റിമുലസ് ഒക്കേഴ്സ് വാട്ട് ഹാപ്പൻസ്? സോ ഒരു സ്റ്റിമുലസ് വരുമ്പം വൈഡനിങ് ഓഫ് ദി ട്രാൻസ് മെംബ്രെയിൻ അയോൺ ചാനൽസ് ഒക്കേഴ്സ്. സോ ഇങ്ങനെ അയോൺ ചാനൽസ് വൈഡൻ ആകുമ്പം മോർ സോഡിയം ഇൻഫ്ലക്സ് ഒക്കേഴ്സ്. കൂടുതൽ സോഡിയം ഉള്ളിലേക്ക് കയറും. സോ ആ ഡീപോളറൈസേഷൻ നടക്കും. സ്ലോ ഡീപോളറൈസേഷൻ നടക്കും. Depolarization means electric potential reduce ചെയ്യുന്നു. So what is depolarization? ഞാൻ പറഞ്ഞു depolarization means electric potential reduce ചെയ്യുന്നു. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയാണ്? മൈനസ് 70 millivolt ആണ്. അത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. സോ മൈനസ് 70 millivolt നിന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്ത് ഒരു സ്റ്റേജിലെത്തുമ്പം ഡീപോളറൈസേഷൻ റാപ്പിഡ് ആവും. സോ ആ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതെത്രയാണ്? മൈനസ് 55 millivolt ആണ്. സോ മൈനസ് 70 millivolt നിന്ന് മൈനസ് 55 millivolt വരെ റെഡ്യൂസ് ചെയ്തു. എത്ര കുറഞ്ഞു? 15 millivolts റെഡ്യൂസ് ചെയ്തു. സോ 15 millivolts ഈസ് നെസസറി ഫോർ ജനറേഷൻ ഓഫ് ഇമ്പൾസസ്. സോ ത്രെഷോൾഡ് പൊട്ടൻഷ്യൽ എത്താനും ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാനും ഒരു മിനിമം ഒരു 15 millivolts എങ്കിലും വേണം. ഓക്കെ. ആൻഡ് ഡ്യൂ ടു റാപ്പിഡ് ഡീപോളറൈസേഷൻ നെർവ് മെംബ്രെയിൻ്റെ ഉള്ളിൽ മോർ പോസിറ്റീവ് ആവും കമ്പയർഡ് ടു എക്സ്റ്റീരിയർ. ദാറ്റ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായി? പ്ലസ് 40 millivolts ആയി മാറി. പോസിറ്റീവായി. കൂടുതൽ പോസിറ്റീവ് ആവും കമ്പയർഡ് ടു എക്സ്റ്റീരിയർ. സോ ഞാൻ ആദ്യം പറഞ്ഞു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? മൈനസ് 70 millivolts ആയിരുന്നു. അതിപ്പോൾ എത്രയായി? പ്ലസ് 40 millivolts ആയി ഡ്യൂ ടു റാപ്പിഡ് ഡീപോളറൈസേഷൻ. നെക്സ്റ്റ് എവറിത്തിങ് വിൽ ബി ബാക്ക് ടു നോർമൽ. ദാറ്റ് ഈസ് നെക്സ്റ്റ് നടക്കുന്ന റീപോളറൈസേഷൻ ആണ്. റീപോളറൈസേഷൻ മീൻസ് സോഡിയം ഇൻഫ്ലക്സ് കുറയുന്നു. നെർവ് മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് സോഡിയം ഇൻഫ്ലക്സ് കുറയുന്നു ആൻഡ് പൊട്ടാഷ്യം കൂടുതലായിട്ട് പുറത്തേക്കും പോകുന്നു. സോ അങ്ങനെ കുറയുന്നതുകൊണ്ട് തന്നെ ബാക്ക് ടു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എത്തുന്നു. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? മൈനസ് 70 millivolts ആയിരുന്നു. അതന്നെ ആയിട്ട് മാറും. ഓക്കെ. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് മൈനസ് 70 millivolts ഈസ് അറ്റൈൻഡ്. സോ നെക്സ്റ്റ് നമുക്ക് തിയറീസ് നോക്കാം. തിയറീസ് ഓഫ് ലോക്കൽ അനസ്തീഷ്യ. 5 തിയറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അസറ്റൈൽകോളിൻ തിയറി. അസറ്റൈൽകോളിൻ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് അസറ്റൈൽകോളിൻ ഈസ് ഇൻവോൾവ് ഇൻ നെർവ് കണ്ടക്ഷൻ. ബട്ട് ഇത് കറക്റ്റായിട്ടൊരു എവിഡൻസ് ഇല്ല. ദെൻ സെക്കൻഡ് വൺ ഈസ് കാൽഷ്യം ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി. കാൽഷ്യം ഡിസ്പ്ലേസ്മെൻറ്റ് തിയറിയിൽ പറയുന്നത് അതിൽ പേരിൽ തന്നെ ഉണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കാൽഷ്യം. ഇറ്റ് റിസൾട്ട്സ് ഇൻ LA ആക്ഷൻ. ദാറ്റ് ഈസ് കാൽഷ്യം ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു ഫ്രം ദി സൈറ്റ് ഓഫ് നെർവ് മെംബ്രെയിൻ ആൻഡ് ആ സൈറ്റ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് ദ പെർമിയബിലിറ്റി ഓഫ് സോഡിയം. സോ കാൽഷ്യം ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുമ്പോൾ സോഡിയം പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. സോ സോഡിയത്തിന് നെർവിലേക്ക് എൻറ്റർ ചെയ്യാൻ കഴിയില്ല ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ഓർ ഇറ്റ് ബ്ലോക്സ് ദി ഡീപോളറൈസേഷൻ പ്രോസസ് ആൻഡ് നെർവ് ബ്ലോക്ക് നടക്കുന്നു. നെർവ് ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ഇതാണ് കാൽഷ്യം ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി. സോ ദ തേർഡ് തിയറി ഈസ് സർഫസ് ചാർജ് തിയറി. സർഫസ് ചാർജ് തിയറി പറയുന്നത് ലോക്കൽ അനസ്തെറ്റിക് മോളിക്യൂൾസ് ആക്ട് ബൈ ചേഞ്ചിങ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് ദി നെർവ് മെംബ്രെയിൻ. ദാറ്റ് ഈസ് സർഫസ് ചാർജ് തിയറി. ലോക്കൽ അനസ്തെറ്റിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കാറ്റയോണിക് ആണ്, പോസിറ്റീവ്ലി ചാർജ് ആണ്. സോ അവർ ബൈൻഡ് ചെയ്യുമ്പം നെർവ് മെംബ്രെയിൻ കൂടുതൽ പോസിറ്റീവ് ആക്കും. and thus increases the threshold potential and reduces the excitability of the nerve membrane.
സോ അങ്ങനെയാണ് LA ആക്ട് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഇത് കറൻറ്റ് എവിഡൻസ് പറയണത് ലോക്കൽ അനസ്തെറ്റിക് മോളിക്യൂൾസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിന് ഓൾട്ടർ ചെയ്യണില്ല എന്നാണ്. ബിക്കോസ് ഇറ്റ് ആക്ട് അറ്റ് ദ മെംബ്രെയിൻ ചാനൽ നോട്ട് അറ്റ് ദ മെംബ്രെയിൻ സർഫസ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വൺ, ഇനി അക്സെപ്റ്റഡ് ആയിട്ടുള്ള 2 തിയറീസ് ആണ് മെംബ്രെയിൻ എക്സ്പാൻഷൻ തിയറി ആൻഡ് സ്പെസിഫിക് റിസപ്റ്റർ തിയറി. അതിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് സ്പെസിഫിക് റിസപ്റ്റർ തിയറി. ഇനി അതിലെ മെംബ്രെയിൻ എക്സ്പാൻഷൻ തിയറി എന്താണെന്ന് നോക്കാം. മെംബ്രെയിൻ എക്സ്പാൻഷൻ തിയറി പറയുന്നത് പേര് പോലെ തന്നെ ലോക്കൽ അനസ്തെറ്റിക് മോളിക്യൂൾസ് എക്സ്പാൻഡ് ദി നെർവ് മെംബ്രെയിൻ ആൻഡ് ഡിക്രീസ് ഡയമീറ്റർ ഓഫ് ദി സോഡിയം ചാനൽസ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ദി സോഡിയം അയോൺസ് ഒക്കേഴ്സ്. നെർവ് മെംബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് സോഡിയം ചാനൽസിൻ്റെ ഡയമീറ്ററിനെ റെഡ്യൂസ് ചെയ്യുന്നു, സോഡിയത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ നമുക്കറിയാം ഡീപോളറൈസേഷൻ നടക്കുകയാണെങ്കിൽ സോഡിയം ഉള്ളിലേക്ക് കയറണം. സോ ഇതിന് സോഡിയത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡീപോളറൈസേഷനും നടക്കില്ല, നെർവ് കണ്ടക്ഷനും നടക്കില്ല. സോ ഇതാണ് മെംബ്രെയിൻ എക്സ്പാൻഷൻ തിയറി. പക്ഷേ ഇതിൽ കറക്റ്റ് എവിഡൻസ് ഇല്ല. നെർവ് മെംബ്രെയിൻ എക്സ്പാൻഡ് ചെയ്ത് നെർവ് ബ്ലോക്ക് നടക്കുന്നു എന്നുള്ളതിന് കറക്റ്റ് എവിഡൻസ് ഇവിടെ ഇല്ല. ദാറ്റ് ഈസ് മെംബ്രെയിൻ എക്സ്പാൻഷൻ തിയറി. Now the most accepted theory is specific receptor theory. So specific receptor theory പറയുന്നത് പേര് പോലെ തന്നെ specific receptor sites are present in the sodium channels. Either in the external surface or internal surface, local anesthetics will bind to these specific receptor sites. So specific receptor sitesൽ LA molecules വന്ന് ബൈൻഡ് ചെയ്യുന്നു and it inhibits the entry of sodium. സോഡിയം അയോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഉള്ളിലേക്ക് കയറില്ല, ആൻഡ് നെർവ് കണ്ടക്ഷൻ നടക്കില്ല. സോ ദിസ് ഈസ് സ്പെസിഫിക് റിസപ്റ്റർ തിയറി. സോ ഇതിൽ കാൽഷ്യം അയോൺസിന് ഒരു റോളുണ്ട്. കാൽഷ്യം അയോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദ നെർവ് മെംബ്രെയിൻ ആൻഡ് കാൽഷ്യം അയോൺസ് റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഓൾസോ ഒക്കേഴ്സ്. ഓക്കെ.